ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരുന്ന നാളുകളിലൊന്നിൽ ഉത്തരഭാരതത്തിൻ്റെ ഒരു ഗ്രാമീണ വീഥിയിലൂടെ ഒരു ചെറു സംഘത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു ബാപ്പുജി, മഹാത്മജി. വയൽവരമ്പത്തിൽ നിന്ന് കയറി വന്ന ഒരു കർഷകൻ ഗാന്ധിജിയുടെ തോളിൽ തട്ടി അദ്ദേഹത്തോടൊരു നിമിഷം എന്ന് പറയുകയുണ്ടായി. ഇന്നൊരു നേതാവിനെ പോലും അങ്ങനെ തോളിൽ തട്ടി നിർത്താൻ ഒരു കർഷകനും കർഷകത്തൊഴിലാളിക്കും ഗ്രാമീണനും കഴിയില്ല എന്ന് നമ്മൾ ഓർക്കണം. ഗാന്ധിജി പെട്ടെന്ന് നിന്നു. ആ കർഷകൻ ചോദിച്ചു, ബാപ്പുജി, അങ്ങും നെഹ്റുവുമൊക്കെ എല്ലായ്പ്പോഴും പ്രസംഗിക്കുന്നുണ്ട് സ്വരാജ്യം നേടണം, സ്വരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ. നാം ഓർക്കണം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ 1942 ആഗസ്റ്റ് 8 ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിൻ്റെ വക്താക്കളും ഇന്ത്യ വിടണം എന്നാവശ്യപ്പെടുകയുണ്ടായിട്ടില്ല. ഇന്ത്യക്ക് സ്വരാജ്യം വേണം എന്നേ ആവശ്യപ്പെടുകയുണ്ടായിട്ടുള്ളൂ. അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ കർഷകൻ ചോദിച്ചത്, എന്താണ് ഈ സ്വരാജ്യം? ഗാന്ധിജി സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ആ കർഷകനോട് പറഞ്ഞു, സ്വരാജ്യമെന്നാൽ എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വസ്ത്രം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും അന്തസ്സുറ്റ ജീവിതം. അതാണ് സ്വരാജ്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മജി ഉന്നയിച്ച, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം കാഴ്ചവെച്ച സ്വരാജ് എന്ന സങ്കല്പത്തിൻ്റെ മൂർത്തിമത് ഭാവത്തിലേക്ക് ഇന്ത്യയെ നയിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് ഇന്ത്യയുടെ ഭരണഘടന. എല്ലാം നേടിക്കഴിഞ്ഞു എന്ന് നമുക്ക് അവകാശപ്പെടാനില്ല. ഇന്നും പട്ടിണി കിടക്കുന്ന ലക്ഷങ്ങളുണ്ട്. ഇന്നും തൊഴിലില്ലാത്ത ധാരാളം ചെറുപ്പക്കാരുണ്ട്. വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ ഖനികളുടെ ആഴങ്ങളിലും പർവ്വതങ്ങളുടെ മുകൾത്തട്ടിലും വരെ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട കുട്ടികളുണ്ട്. എങ്കിൽ പോലും നാം പരമദാരിദ്ര്യത്തിൽ നിന്ന് ഏറെക്കുറെ മുക്തരായ ഒരു രാജ്യമായി മാറാൻ സാധിച്ചിരിക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന വേളയിൽ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ, ബ്രിട്ടീഷ് ഭരണകർത്താക്കളടക്കമുള്ള ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വിളിച്ചു പറഞ്ഞു, 10 വർഷം, അതിൽ കൂടുതൽ സ്വതന്ത്ര ഭാരതത്തിന് ആയുസ്സില്ല എന്നവർ കൽപ്പിച്ചു. പക്ഷേ നാം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഛിന്ന ഭിന്നഭാഗം എന്നാഗ്രഹിച്ചവരുടെ സ്ഥാനത്ത് ഇന്നും ഇന്ത്യ നിലനിൽക്കുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാമെങ്കിലും ആശങ്കകൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ പറഞ്ഞു, ഇന്ത്യയുടെ ഭൂരിപക്ഷം ജനാധിപത്യം നിശ്ചയിക്കുമെങ്കിലും ആ ജനാധിപത്യത്തെ വളരെ വൈകാതെ ഈ രാജ്യത്തിൻ്റെ വർഗീയത അടിമത്തത്തിലേക്ക് മാറ്റും എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണിറ്റൽ മെജോറിറ്റി കീഴടക്കും എന്നതായിരുന്നു അംബേദ്കർ പ്രഖ്യാപിച്ചത്. 10-60 വർഷങ്ങളോളം ആ അപകടം ഇന്ത്യയിൽ വേരോടുകയുണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ 13 വർഷങ്ങളായി ഇന്ത്യ നേരിടുന്ന, സ്വതന്ത്ര ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് കമ്മ്യൂണൽ മെജോറിറ്റി ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കീഴടക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്ത്യ വിഭജനത്തിന് മുൻപും വിഭജനകാലത്തും തുറന്നെതിർത്തത് മഹാത്മജിയാണ്. 1915 ജനുവരി മാസത്തിൽ ബോംബെയിലെ ഒരു പ്രധാന തുറമുഖത്ത് ഒരുപാട് ആളുകൾ ഒത്തുകൂടുകയുണ്ടായി. അങ്ങനെ ഒത്തുകൂടുമ്പോൾ അഭൂതപൂർവമായ തിരക്ക് കണ്ട ആളുകൾ ചോദിച്ചു, എന്താണ്? ഇന്ത്യയിലേക്ക് ഒരു വലിയ മനുഷ്യൻ വരുന്നുണ്ട് എന്നതായിരുന്നു ഉത്തരം. ആ കപ്പൽ വന്നെടുത്തു. അതൊരു വിദേശ കപ്പലായിരുന്നു. ആ വിദേശ കപ്പലിൽ നിന്ന് വിദേശികളടക്കം നിരവധി ആളുകൾ തുറമുഖത്ത് കാലെടുത്തു വെച്ചു. പല വേഷക്കാർ, പല ഭാഷക്കാർ, പലരും ഒന്നാന്തരമായി വേഷഭൂഷാദികൾ ധരിച്ചവരാണ്, വർണ്ണശബളിമയിൽ പൊതിഞ്ഞവരാണ്. അവർ കാത്തുനിന്നിരുന്നയാളെ കാണുന്നില്ല. ഒരു കുറിയ മനുഷ്യൻ സാധാരണക്കാരൻ്റെ വേഷം ധരിച്ചുകൊണ്ട് നീളം കൂടിയ ഒരു കുപ്പായവും കുർത്തയുമായി ഒരു പുതപ്പ് തോളിലിട്ടുകൊണ്ട് ഭാര്യയുടെ കൈപിടിച്ചുകൊണ്ട് ആ കപ്പലിൽ നിന്ന് തുറമുഖത്തേക്ക് ഇറങ്ങി. അടുത്തറിയാവുന്ന ആളുകൾ ഓടിച്ചെന്നു അദ്ദേഹത്തെ ആദരിക്കുന്നു. അവിടെ കാത്തു നിന്നിരുന്ന പലരും അമ്പരന്ന് പോയി. അവർ പ്രതീക്ഷിച്ച വേഷത്തോടു കൂടിയുള്ള ഒരാളല്ല അവർ കണ്ടത്. സർവ്വസാധാരണമായ വേഷത്തിൽ, ഒരു ഗുജറാത്തി വേഷത്തിൽ ഒരു മനുഷ്യൻ ഭാര്യയുടെ കൈപിടിച്ചിറങ്ങി വരുന്നു. 1915 ജനുവരിയിൽ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 45 വയസ്സ് മാത്രം പ്രായമായ മനുഷ്യൻ ഒരു പത്രക്കാരൻ എഴുതുകയുണ്ടായി, 45 വർഷം വരെ ഇന്ത്യയിലെ ഒരു കർഷകനോടോ കർഷക തൊഴിലാളിയോടോ നേരിട്ട് സംസാരിക്കാത്തൊരു മനുഷ്യൻ. ആ മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധി. തൻ്റെ രാഷ്ട്രീയ ഗുരുവായി അംഗീകരിച്ച ഗോപാലകൃഷ്ണ ഗോഖലെയെ സമീപിച്ച്, മഹാത്മജി ഇനിയുള്ള കാലം ഇന്ത്യൻ ജനങ്ങളെ സേവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ ചേരാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗോഖലെ പറഞ്ഞു, മോഹൻദാസ്, താങ്കൾ ഇന്ത്യ മുഴുവൻ ഒന്ന് നോക്കിക്കാണുക, നടന്നു കാണുക, സഞ്ചരിക്കുക. അതിനുശേഷം ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടിയാൽ മതി. 45 വർഷത്തിലെ 2 പതിറ്റാണ്ടുകളോളം ഏറെക്കുറെ ദക്ഷിണാഫ്രിക്കയിലാണ് അദ്ദേഹം ജീവിതം കഴിച്ചുകൂട്ടിയത് നമുക്കറിയാം. ഞാൻ ഇതിൻ്റെ ദീർഘമായ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ആ ദക്ഷിണാഫ്രിക്കയിൽ ഉപജീവനത്തിന് വേണ്ടി ചെന്നിറങ്ങിയ അവിടുത്തെ വലിയ ഒരു കുടുംബത്തിൻ്റെ 2 തായ്വഴിക്കാർ തമ്മിലുണ്ടായ അതിഗംഭീരമായ വ്യാപാര തർക്കം തീർക്കാൻ വേണ്ടി ചെന്ന ഗാന്ധിജി തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പോരാൻ പുറപ്പെട്ട ദിവസങ്ങളിൽ ഒന്നിലാണ് അവിടുത്തെ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അവിടുത്തെ ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ അവകാശങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. 10,000-കണക്കിന് വരുന്ന ഇന്ത്യക്കാർ ദക്ഷിണാഫ്രിക്കയിലുണ്ട്, വർഷങ്ങളായി ജീവിക്കുന്നവർ. അവരിനി അവിടെ നിലനിൽക്കണമെങ്കിൽ പ്രത്യേക സർട്ടിഫിക്കറ്റ് സമ്പാദിക്കണം. ആ സർട്ടിഫിക്കറ്റ് എല്ലായ്പ്പോഴും അവരുടെ പോക്കറ്റിലോ സഞ്ചിയിലോ ഉണ്ടായിരിക്കണം. ദക്ഷിണാഫ്രിക്കയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഏറെക്കുറെ അടിമകളായി ജീവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അവർക്ക് വരാൻ പോകുന്നു എന്ന വാർത്ത അദ്ദേഹം വായിച്ചത് പോരാനിരിക്കുമ്പോഴാണ്. ആ വാർത്തയിൽ അവിടെയുള്ള തൻ്റെ ഇന്ത്യൻ സുഹൃത്തുക്കളെ വിളിച്ചുകൂട്ടി പറഞ്ഞു, അത്യപകടമാണ് വരുന്നത്, ഈ അപകടത്തെ ചെറുത്തേ തീരൂ. ആ ചെറുത്തുനിൽപ്പിൻ്റെ ആരംഭം അവിടെ കുറിക്കുകയായിരുന്നു. അവർ ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടു, അങ്ങ് പോകരുത്, അങ്ങ് ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇവിടെ നിൽക്കണം. ഗാന്ധിജി സമ്മതിച്ചു. ഒരു വ്യവസ്ഥയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു വ്യവസ്ഥയാണത്, സാമൂഹ്യ പ്രവർത്തകർ. ഗാന്ധി പറഞ്ഞ വ്യവസ്ഥ, ഞാൻ
നിങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കും. പക്ഷേ എനിക്ക് ജീവിക്കണം. എനിക്ക് ജീവിക്കാനുള്ള തൊഴിൽ എൻ്റെ വക്കീൽ ജോലിയാണ്. നിങ്ങളുടെ കേസുകൾ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം കൊണ്ട് ഞാൻ ജീവിക്കാം. അല്ലാതെ നിങ്ങളുടെ ഔദാര്യം കൊണ്ട്, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സേവനത്തിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കില്ല. അവരതിന് സമ്മതിച്ചു. ഇന്നത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും വലിയ പാഠമായിരിക്കേണ്ട വാക്യങ്ങളായിരുന്നു അത്. ഞാൻ നീട്ടുന്നില്ല. 20 വർഷക്കാലം, ഏതാണ്ട് 2 പതിറ്റാണ്ടിനടുത്ത് ദക്ഷിണാഫ്രിക്കയിൽ അതിഗംഭീരമായ സമരങ്ങൾ ആരംഭിച്ചു. ലോകം വന്നുവരെ കാണാത്ത രീതിയിലുള്ള സമരങ്ങൾ. ലോങ് മാർച്ച്, 2000-ലധികം ആളുകൾ, മാസങ്ങളോളം നീണ്ടുനിന്ന ലോങ് മാർച്ച്. അവരെ എല്ലാ ദിവസവും പട്ടിണിക്കിടാതെ ഭക്ഷണം കൊടുക്കണം, ഉറങ്ങാൻ സൗകര്യം കൊടുക്കണം. നയിക്കുന്ന വഴിയിലൂടെ പോകുമ്പോഴുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ തരണം ചെയ്യണം. അതൊക്കെ അന്നത്തെ കാലത്ത് വളരെ ദുഷ്കരമായിരുന്നു. പക്ഷേ ഗാന്ധിജിക്ക് അത് നിർബാധം നിർവഹിക്കാൻ കഴിഞ്ഞു. പുതിയ പുതിയ മുറകൾ ആരംഭിച്ചു. ആ സമരപന്ഥാവുകളിലൂടെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ, കുറേയൊക്കെ കറുത്തവരുടെ ധീരമായ മോചനത്തിന് വേണ്ടിയുള്ള പാത വെട്ടിത്തുറന്നുകൊണ്ടാണ്, അതിലേറെക്കുറെ വിജയം കൈവരിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങുന്നത്. ഇന്ത്യയുടെ സ്ഥിതിവിശേഷങ്ങൾ കാണാൻ അദ്ദേഹം ഗോഖലെയുടെ ഉപദേശമനുസരിച്ച് 1 വർഷത്തിലധികം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു കണ്ടു. ഇന്ത്യയിൽ അന്ന് സ്വാതന്ത്ര്യ സമരം ഏറെക്കുറെ ഗംഭീരമായി നടക്കുകയാണ്. നമുക്കറിയാം, 1757 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ പാകിയത്. 1896-99 കാലത്ത് 75,000 പവൻ മൂലധനം മുടക്കിക്കൊണ്ട് 52 ആളുകളുള്ളൊരു കമ്പനി രൂപീകരിക്കുകയുണ്ടായി ലണ്ടനിൽ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആ കമ്പനിയുടെ ലക്ഷ്യം ഇന്ത്യയുടെ ഐശ്വര്യം വാങ്ങിക്കൊണ്ടുപോവുക എന്ന വ്യാപാര ദൗത്യമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് മുത്തുവാരാൻ വേണ്ടി, ഇന്ത്യയുടെ ഐശ്വര്യം കവരാൻ വേണ്ടി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി തൻ്റെ നാട്ടിൽ കൊണ്ടുപോയി വിദേശ രാജ്യങ്ങളിൽ വിൽപ്പനയ്ക്ക് വെച്ച് ആദായം ഉണ്ടാക്കാൻ മാത്രം രൂപീകരിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് വ്യാപാരത്തിന് വേണ്ടി എന്ന, കച്ചവടത്തിന് വേണ്ടി എന്ന കമ്പനിയാണ് പിന്നീട് 2 നൂറ്റാണ്ടോളം ഇന്ത്യ ഭരിച്ചു മുടിച്ചത് എന്ന് നാം മറക്കാൻ പാടില്ല. 1700-1600-കളിലാണ് ഇവർ വന്നതെങ്കിൽ 1757 വരെ പല സ്ഥലങ്ങളിലും പണ്ടകശാലകൾ കെട്ടാനും, പണ്ടകശാലകൾക്കടുത്ത് ഫാക്ടറികൾ സ്ഥാപിക്കാനും, ആ ഫാക്ടറികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സൈന്യങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി കോട്ടകൾ കെട്ടാനും ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വാരൻ ഹാസ്റ്റിങ്സ് അടക്കമുള്ള ആളുകൾ ഇന്ത്യയിലെ ഭരണാധികാരികളെ ചെന്ന് കാണുന്ന സ്ഥിതിവിശേഷമുണ്ടായി. നമുക്കറിയാം, 5 നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ചിരുന്ന മുഗളന്മാരുടെ ഭരണമാണ് അന്ന് ഇന്ത്യയിലുണ്ടായത്. മുഗളർക്ക് മുമ്പ് ധാരാളം വിദേശികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും അറബികളും ഒക്കെ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. അവർക്കൊന്നും അധികകാലം ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെന്ന് മാത്രം. ഇബ്രാഹിം ലോഡി അടക്കമുള്ള ആളുകൾ ഇന്ത്യയെ കീഴടക്കിയിട്ടുണ്ട്. അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ തന്നെ ഇന്ത്യയിൽ വരികയും താൽക്കാലികമായ കവർച്ചകളും കൊള്ളകളും നടത്തിക്കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തപ്പോൾ മുഗളന്മാർ 1526 പാനിപ്പത്ത് യുദ്ധത്തിലൂടെ ആരംഭിച്ച അവരുടെ സാമ്രാജ്യ സ്ഥാപനം, ബാബർ എന്ന 13 വയസ്സുകാരൻ സ്ഥാപിച്ച മുഗള ഭരണകാലം 5 നൂറ്റാണ്ടോളം ഇന്ത്യയിൽ നീണ്ടുനിന്നു. മുഗള ഭരണത്തിൻ്റെ പ്രത്യേകത, അവർ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയില്ല. അവർ ഇന്ത്യക്കാരായി മാറി. അവർ ഇന്ത്യയിൽ നിന്ന് നേടിയ ഓരോ ചില്ലിക്കാശും ഇന്ത്യയിൽ തന്നെ വിനിയോഗിച്ചു. ഇന്ത്യയുടെ നേട്ടത്തിന് വേണ്ടി, ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി, ഇന്ത്യയുടെ ക്ഷേമത്തിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് സമാഹരിച്ച മുഴുവൻ തുകകളും ചില്ലിക്കാശും ഇന്ത്യയിൽ തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് മുഗള രാജഭരണത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യൻ സംസ്കാരത്തിൽ വിപുലമായ കയ്യൊപ്പുകൾ ചാർത്തിയ മുഗള ഭരണകാലം ഇന്ത്യയുടെ
വിദേശ ഭരണമാണ് എന്ന് തോന്നിക്കാത്ത രീതിയിൽ സ്വദേശികളായി മാറാൻ മുഗളർക്ക് കഴിഞ്ഞു. ആ മുഗളരിലെ പ്രശസ്തരായ ചക്രവർത്തിമാർ, അക്ബർ അടക്കമുള്ള ചക്രവർത്തിമാർ, ആ അക്ബറാണ് BJP-കാരനും RSSകാരനും ഹിന്ദു പരിവാർ സംഘടനക്കാരും ശ്രദ്ധിക്കണം. ആ അക്ബർ ചക്രവർത്തിയാണ് ഇന്ത്യയുടെ ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിച്ചത്. ഇന്ത്യയുടെ വിശുദ്ധമായ പാരമ്പര്യം, ഇന്ത്യയുടെ വികസിതമായ സാംസ്കാരിക പാരമ്പര്യം, ഭാരതത്തിൻ്റെ ഇതിഹാസ കൃതികൾ ലോകമെമ്പാടും വ്യാപിക്കാനിടയാക്കിയത് അക്ബർ ചക്രവർത്തിയാണ് എന്നത് RSSകാര നിങ്ങൾ മറന്നു പോകരുത്. അതാണ് മുഗള സംസ്കാരത്തിൻ്റെ പ്രത്യേകത. ആ സംസ്കാരം ഇന്ത്യയുടെ സംസ്കാരവുമായി ലയിച്ചു ചേർന്നു. മുഗളന്മാർ കലയിലായാലും ശരി, സാഹിത്യത്തിലായാലും ശരി, ഭരണരംഗത്തായാലും ശരി, ഏത് രംഗത്തായാലും അവരുടെ കയ്യൊപ്പുകൾ ചാർത്തിക്കൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഏടുകൾ സമ്പുഷ്ടമാക്കാൻ ശ്രമിച്ചു. ജഹാംഗീർ ചക്രവർത്തിയെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ ആദ്യമായി ചെന്ന് കണ്ടത്. ജഹാംഗീറിനെ കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. മനോഹരമായ കിന്നരി ധരിച്ച് സുറുമയെഴുതിയ കണ്ണുകളുമായി തുടിക്കുന്ന മാതളനാരകത്തിൻ്റെ തുടിപ്പുള്ള ആദിസുന്ദരനായ ചക്രവർത്തി. ആ ചക്രവർത്തിയോട് അദ്ദേഹം ചോദിച്ചത്, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരണം, ഞങ്ങൾക്കൊരു പണ്ടകശാല കെട്ടാൻ. ജഹാംഗീർ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ സൂത്രശാലികളായ പോർച്ചുഗീസുകാർ വരാനിരിക്കുന്ന അപകടങ്ങൾ ജഹാംഗീറിനെ ഓർമ്മിപ്പിച്ചു, ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് ഭൂമി കൊട്ടിയെടുക്കാൻ, പണ്ടകശാല കെട്ടാനുള്ള അനുവാദം ജഹാംഗീർ നൽകിയില്ല. 3 വർഷക്കാലം കൊട്ടാരത്തിൽ സുഖിച്ചു താമസിക്കാനുള്ള സൗകര്യം ആ ഉദ്യോഗസ്ഥന് ലഭിച്ചു. പക്ഷേ മടങ്ങിപ്പോകേണ്ടി വന്നു, ഒന്നും നേടാൻ കഴിഞ്ഞില്ല. 1757 പ്ലാസി എന്ന സ്ഥലത്തെ ചതുപ്പ് നിലത്തിൽ ഒരു യുദ്ധം നടന്നു. യുദ്ധമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല, 2-3 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഒരു ഏറ്റുമുട്ടൽ. 3000 പടയാളികളുമായി ബ്രിട്ടീഷ് സൈനിക നായകൻ റോബർട്ട് ക്ലൈവ് ബംഗാൾ നവാബായ സിറാജ് ദൗളയുമായി ഏറ്റുമുട്ടലാണ്. സിറാജ് ദൗളയുടെ 50,000-ലധികം വരുന്ന സൈന്യം, 3000-ഓളം മാത്രം വരുന്ന റോബർട്ട് ക്ലൈവിൻ്റെ ബ്രിട്ടീഷ് സൈന്യം. പക്ഷേ ആ 3000 പടയാളികൾ 50,000 വരുന്ന ബംഗാളിൻ്റെ നവാബിനെ തോൽപ്പിച്ചു. രക്ഷയില്ലാതെ പടക്കളത്തിൽ നിന്ന് പിന്മാറുകയും പലായനം ചെയ്യുകയും ചെയ്ത് രാജാവിനെ പിന്തുടർന്നു പോയി. അതിൻ്റെ പിന്നിലൊരു ചതിയുണ്ടായിരുന്നു. 50,000 പേരെ 3000 പേർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞത് ചതി കൊണ്ടാണ്, വഞ്ചന കൊണ്ടാണ്. ബ്രിട്ടീഷുകാരൻ്റെ ഏറ്റവും കൊടിയ വഞ്ചന. ആ വഞ്ചന ബംഗാളിൻ്റെ നവാബായ സിറാജ് ദൗളയുടെ സേനാനായകൻ മിർ ജാഫർ, ആ മിർ ജാഫറിനെ നവാബാക്കാം എന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലവൻ റോബർട്ട് ക്ലൈവ് ചെയ്ത വലിയ കൊടുംചതി. ആ കൊടുംചതിയുടെ ഫലമായി സേനാനായകൻ എതിർച്ചേരിയിലേക്ക് മാറി. അതുകൊണ്ടാണ് 50,000-നെ തോൽപ്പിക്കാൻ 3000-ന് കഴിഞ്ഞത്. കൊടുംചതിയിലൂടെ ഇന്ത്യയെ വശത്താക്കാൻ ശ്രമിച്ച, ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ വമ്പൻ വിജയം, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറവാകിയ ചതിയുടെ യുദ്ധം, ഏറ്റുമുട്ടൽ, പ്ലാസി യുദ്ധത്തിൻ്റെ കഥയതാണ്. ഇപ്പോഴും വഞ്ചനയുടെ കഥ പറയുമ്പോൾ, രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും വഞ്ചന എന്ന് പറയുമ്പോൾ മിർ ജാഫർ എന്നുള്ള പദമാണ് ഉപയോഗിക്കുക. പകരമായി, പര്യായമായി മാറിയിരിക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും കൊടുംചതി. പലായനം ചെയ്ത് ഏതാണ്ട് പാറ്റ്നയിലെത്തിയ നമ്മുടെ നവാബിനെ, സിറാജ് ദൗളയെ പിന്തുടർന്ന് വെട്ടി കൊലപ്പെടുത്തി അതിൻ്റെ ശിരസ് വെള്ളിത്തളികയിലാക്കി ബ്രിട്ടീഷ് കമ്പനിക്ക് കാഴ്ചവെച്ചത് ഈ മിർ ജാഫറിൻ്റെ മകൻ ബീരാനാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏടുകൾ തുറക്കാനിടയാക്കിയ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യം സ്ഥാപിക്കാനിടയാക്കിയ വലിയ ഏറ്റുമുട്ടലിൻ്റെ യുദ്ധത്തിൻ്റെ കഥ അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. 1757 നിന്ന് വളരെ വേഗം നമുക്ക് പോകാം. എല്ലാവർക്കും ഓർമ്മയുള്ള ചരിത്രമാണ്. 1857
ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ സുസജ്ജമായി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയിലെ പട്ടാളക്കാർ അവർ ശിപ്പായികൾ എന്ന് വിളിച്ച, ഇന്ത്യയിലെ പട്ടികൾ എന്ന് വിളിച്ച ആ സേനാ വിഭാഗം തുച്ഛമായ ശമ്പളത്തിന്, മതിയായ ഭക്ഷണമില്ലാതെ, മതിയായ കിടപ്പാനുള്ള സൗകര്യങ്ങൾ പോലുമില്ലാതെ ബാരക്കുകളിൽ അന്തിയുറങ്ങേണ്ടി വന്ന 10,000-കണക്കിന് വരുന്ന ഇന്ത്യൻ ശിപ്പായിമാർ അവർ അലോസരപ്പെട്ടു. തങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല. തങ്ങൾ ദിവസേന എന്നോളം അപമാനിക്കപ്പെടുന്നു, അവമതിക്കപ്പെടുന്നു. ആ അപമാനത്തിൻ്റെയും അവമതിപ്പിൻ്റെയും കഥകൾക്ക് പുറകെ അവർ മറ്റൊരു വാർത്ത അറിഞ്ഞു. തങ്ങളുടെ മുഴുവൻ മതം മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു. തങ്ങൾക്ക് നൽകുന്ന പുതിയ തോട്ടയിൽ ആ തോട്ട കടിച്ചു വലിച്ചു വേണം കാഞ്ചി പറിക്കാൻ. ആ തോട്ടയിൽ മുകളിൽ പുരട്ടിയിരിക്കുന്ന കൊഴുപ്പ് പന്നിയുടെയും പശുവിൻ്റെയുമാണ് എന്നുള്ള വാർത്ത അവരറിയാനിടയായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, 1857 ഒരു സുപ്രഭാതത്തിൽ മംഗൾ പാണ്ഡെ പരേഡ് ഗ്രൗണ്ടിലേക്ക് ചാടിയിറങ്ങി. അദ്ദേഹം ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു, ചുണയുണ്ടെങ്കിൽ വരിക, എന്നോട് എതിർക്കാൻ. നിറതോക്കുമായി നിൽക്കുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് ആ പട്ടാള ബാരക്കിന്റെ തലവൻ ചെന്നു. ഒരു ദക്ഷിണ്യവും കാണിക്കാതെ ആ നിറതോക്ക് അയാൾ ഒളിച്ചു, കഞ്ചി വലിച്ചു. ബ്രിട്ടീഷ് സേനാനായകൻ അവിടെ മലർന്നു വീണു. ബ്രിട്ടീഷ് സേനാനായകനെ വെടിവെച്ചു വീഴ്ത്തിയ മംഗൾ പാണ്ഡെ പലരെയും വെടിവെക്കാൻ ശ്രമിച്ചു. പക്ഷേ ആരും അദ്ദേഹത്തിന് തുണയായി അന്ന് ചെന്നില്ല. മംഗൾ പാണ്ഡെ ഏകാഗിയായി. മറ്റാരും തന്നെ തുണയ്ക്കാൻ വരുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം നിറതോക്ക് തൻ്റെ നേർക്ക്, തൻ്റെ നെഞ്ചിലേക്ക് തിരിച്ചു. ഉന്നം ശരിയായില്ല. അതുകൊണ്ട് വെടിയുണ്ടയേറ്റെങ്കിലും മരിക്കാതെ അദ്ദേഹം വീണു. ആ ആസന്ന മരണനായ മംഗൾ പാണ്ഡെയെ അതിക്രൂരമായി അപമാനിച്ചുകൊണ്ട്, അതിക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് വധിക്കുന്ന, തൂക്കിലേറ്റുന്ന സ്ഥിതിവിശേഷം 1887 ആദ്യത്തെ വെടിപൊട്ടിയത് അങ്ങനെയാണ്. മംഗൾ പാണ്ഡെ ഏകാഗിയായിരുന്നു. പക്ഷേ 3 മാസത്തിനുള്ളിൽ ഇന്ത്യയിലെമ്പാടും പട്ടാള ക്യാമ്പുകളിൽ നിന്ന് വിപ്ലവം ആരംഭിച്ചു. ആ വിപ്ലവത്തെയാണ് നമ്മൾ 1-ാം സ്വാതന്ത്ര്യ സമരം എന്ന് പേരിട്ട് അഭിമാനത്തോടുകൂടി വിളിച്ചത്. ആ 1857 സ്വാതന്ത്ര്യ സമരം, ആ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി ഏറ്റവും വിലമതിക്കാവുന്ന വിവരങ്ങൾ എഴുതി വെച്ചത് നിർഭാഗ്യവശാൽ പിന്നീട് ചരിത്രം തിരിച്ചു കുറിക്കാൻ ശ്രമിച്ച, ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ വെമ്പൽ കൊണ്ട ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ വധത്തിന് ആവശ്യമായ കളമൊരുക്കിയ സവർക്കർ തന്നെയാണ് ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും നല്ല പുസ്തകം ഇറക്കിയത് എന്ന് വിരോധാഭാസമാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചിന്താഗതി അതായിരുന്നു. പോട്ടെ, ആ കാര്യങ്ങൾ വിടാം. 1857 ആ സ്വാതന്ത്ര്യ സമരത്തിൽ റാണി ലക്ഷ്മിഭായിയും താന്തിയ തോപ്പിയും നാനാ ഫെർണാണ്ടസും അടക്കമുള്ള ആളുകൾ, ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ, നേതാക്കന്മാർ, രാജകുമാരന്മാരും രാജാക്കന്മാരും വിധവകളായ രാജ്ഞിമാരും ഒക്കെ അതിൽ പങ്കെടുത്തു. അത് സേനകളുടെയും ശിപ്പായിമാരുടെയും ഇന്ത്യൻ സേനാകളുടെയും സമരമാണ് എന്ന് ചിത്രീകരിക്കാൻ ബ്രിട്ടീഷുകാർ വെമ്പൽ കൊണ്ടു. പക്ഷേ ഇന്ത്യയുടെ വിദൂര ഗ്രാമങ്ങളിൽ പോലും ഉള്ള കർഷകരും കർഷക തൊഴിലാളികളും മറ്റാളുകളും ഒക്കെ തന്നെ അതാത് സ്ഥലങ്ങളിൽ തങ്ങൾക്ക് കിട്ടിയ ആയുധങ്ങളുമായി, തങ്ങൾക്ക് കിട്ടിയ ഉപകരണങ്ങളുമായി ബ്രിട്ടീഷുകാരെ നേരിട്ട സമരമായിരുന്നു 1857 സമരം. പക്ഷേ അതിന് യഥാർത്ഥമായൊരു നേതൃത്വം ഉണ്ടായിരുന്നില്ല, ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല, ഒരു അച്ചടക്കം ഉണ്ടായിരുന്നില്ല, കൃത്യമായ ദിശാബോധം ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് ആ സമരത്തെ അടിച്ചമർത്താനും ക്രൂരമായി മർദ്ദിച്ചൊതുക്കാനും ബ്രിട്ടീഷുകാർക്ക് കഴിച്ചു. അവരുടെ അതിഭയങ്കരമായ ക്രൂരതകളുടെ വ്യക്തമായ ചിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ജാത്യന്യമാനമായ ഏടുകളാണ്. ഇന്ത്യയിലെ ത്യാഗധനന്മാരായ 10,000-കണക്കിന് ആളുകൾ വെടിയുണ്ടയേറ്റ് മരിക്കപ്പെട്ടു. പീരങ്കിയുടെ മുഖത്ത് കുഴലിൽ കെട്ടിത്തൂക്കി പുകച്ചു വരിക്കപ്പെട്ട ആളുകൾ വേറെ. ലക്ഷക്കണക്കിന് ആളുകളുടെ ത്യാഗധനമായി മാറിയ ആ 1857 സ്വാതന്ത്ര്യ സമരം, അവിടെ നിന്നിങ്ങോട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപാട് ധാരകളുണ്ടായി. ഭീകരവാദികളും തീവ്രവാദികളും ഒരു ഭാഗത്തുണ്ടായിരുന്നു, മിതവാദികൾ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ബാലഗംഗാധര തിലകൻ തീവ്രവാദികളുടെ ഭാഗത്താണെങ്കിൽ ഇപ്പുറത്ത് മറ്റാളുകൾ നിരനിരയായി ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദികളുടെ നേതാവായി മാറി. അങ്ങനെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊള്ളാൻ തുടങ്ങുന്ന ഒരു സമയം 1906, ഞാൻ നീട്ടുന്നില്ല, 1905 ഇന്ത്യയിലെ
ഇന്ത്യയെ ഇങ്ങനെ ഭരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. ഏതു സമയത്തും പുകയുന്ന അഗ്നിപർവ്വതമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം അതാണ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് ഏതു സമയത്തും ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെടാവുന്ന സ്വാതന്ത്ര്യ സമരത്തെ നേരിടാൻ തങ്ങൾക്ക് കഴിയണമെങ്കിൽ തന്ത്രം വേണം. ഇന്ത്യയെ വിഭജിച്ചു ഭരിക്കുക, അതാണ് ശരി. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെയും ന്യൂനപക്ഷത്തിലിരിക്കുന്ന മുസ്ലിങ്ങളെയും ഒരുമിപ്പിക്കുന്നത് ശരിയല്ല, അവരെ ഭിന്നിപ്പിക്കണം. ഡിവൈഡ് ആൻഡ് റൂൾ ആരംഭിച്ചു. കഴ്സൺ പ്രഭു 1905 1757 ബംഗാൾ പിടിച്ചടക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നടപ്പാക്കിയ 1857 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1858 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നേരിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് ഗവർണർമാർ ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ വരുന്ന 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു. ബംഗാളിലെ മുസ്ലിം സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി, നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നും പിന്നോക്കം നിൽക്കുന്നവരാണ്. ഹിന്ദുക്കൾ ഒരുപാട് വിദ്യാഭ്യാസം നേടിയിരിക്കുന്നു, ഒരുപാട് ജോലികൾ അവർക്കുണ്ട്, ഒരുപാട് ഉദ്യോഗത്തിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വളരെ പിന്നോക്കമാണ്. നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളൊരു വഴി പറയാം. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പടിഞ്ഞാറൻ ബംഗാളിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളും കിഴക്കൻ ബംഗാളിന്റെ കിഴക്കൻ പ്രദേശങ്ങളും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ബംഗാളിനെ രണ്ടാക്കി മാറ്റാം. നിങ്ങളെ രക്ഷിക്കാനാണ് എന്നവരെ ബോധ്യപ്പെടുത്തി. ചെന്ന നേതാക്കന്മാർക്ക് ചിലർക്ക് ബോധ്യമായെങ്കിലും പരസ്പരം മുസ്ലിം സഹോദരന്മാർക്കും ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദു സഹോദരന്മാർക്കും അത് ബോധ്യമായില്ല. തങ്ങളെ ഭിന്നിപ്പിക്കാനും ഈ രാജ്യത്തെ മുച്ചൂടും നശിപ്പിക്കാനുമുള്ള ബ്രിട്ടന്റെ കുടിലതന്ത്രമാണ് കഴ്സൺ പ്രഭു നടപ്പിലാക്കുന്നത്. 1905 ബംഗാൾ വിഭജനത്തെ ചെറുക്കാൻ അവർ തീരുമാനിച്ചു. മുസ്ലിം സഹോദരന്മാരും ഹിന്ദു സഹോദരന്മാരും ഒറ്റക്കെട്ടായി നീങ്ങി. കഴ്സന് മനസ്സിലായി ഇവരെ എളുപ്പത്തിൽ ഭിന്നിക്കാൻ കഴിയില്ല. എങ്കിലും തന്റെ നയം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. 1900 സുപ്രഭാതം. ആ സുപ്രഭാതത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഒരു പ്രഖ്യാപനം നടത്തി. മുഴുവൻ ആളുകളും നാളെ പ്രഭാതമാകുമ്പോഴേക്കും ഗംഗാതടത്തിലേക്ക് എത്തണം. ആരും വീട്ടിലിരിക്കരുത്, എല്ലാവരും ഗംഗാതടത്തിലെത്തണം. എല്ലാവരും, വളരെ ബുദ്ധിമുട്ടുള്ള അവശരായ രോഗികളൊഴികെ വൃദ്ധരൊഴികെ എല്ലാവരും എത്തണം. ഹിന്ദുക്കളും മുസൽമാന്മാരും ഗംഗാതടത്തിൽ ഒരുമിച്ച് കൂടി. RSSകാരും ഹിന്ദു പരിവാർ സംഘടനക്കാരും BJPക്കാരും ശ്രദ്ധിക്കണം. 1906 ഗംഗാതടത്തിൽ നടന്ന രക്ഷാബന്ധൻ, നിങ്ങൾ എനിക്ക് രക്ഷയാണ്, ഞാൻ നിങ്ങൾക്ക് രക്ഷയാണ് എന്ന് അന്യോന്യം പ്രതിജ്ഞയെടുക്കുന്ന രക്ഷാബന്ധൻ. ആ രക്ഷാബന്ധൻ ബന്ധിക്കുന്നതിലൂടെ അന്യോന്യം സംരക്ഷിക്കാമെന്ന ഹൃദയബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണ് രക്ഷാബന്ധൻ. അല്ലാതെ ഈ ചരട് മറ്റ് മതവിശ്വാസികളെ വെറുപ്പിക്കാനും അവരെ ആക്രമിക്കാനുമുള്ള സൂചകമല്ല എന്ന് RSSകാരൻ മനസ്സിലാക്കണം. 1906 ഗംഗാതടത്തിൽ പ്രവേശിച്ച പർദ്ദയണിഞ്ഞ മുസ്ലിം സഹോദരിമാരടക്കം അവിടെ കൂടിയ 10,000-കണക്കിന് മുഴുവൻ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി രക്ഷാബന്ധൻ പരസ്പരം അണിയിച്ചു. ബംഗാൾ കിടുകിട വിറക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാണ്. 1911 വരെ നീണ്ടുനിന്ന ആ സമര പരമ്പരയിൽ അവസാനം ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുട്ടുമടക്കേണ്ടി വന്നു. ഇവരെ ഇങ്ങനെ തമ്മിലടിപ്പിക്കാൻ സാധ്യമല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ ഹിന്ദുക്കളും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്നു. 1000 ശിരസ്സുകളാണെങ്കിൽ ഒരേ ഒരു മനസ്സാണ് അവർക്ക് എന്നവർക്ക് മനസ്സിലാക്കേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ എങ്ങനെ റദ്ദാക്കും? അവർ കണ്ടുപിടിച്ച ഒരു സൂത്രമാണ്. ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിക്കാൻ വരുന്നു. ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിക്കാൻ വരുമ്പോൾ ഇന്ത്യക്കാർക്ക് നൽകുന്ന ഔദാര്യം എന്ന നിലക്ക് അവർ ബംഗാൾ വിഭജനം റദ്ദാക്കി. അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് അഗ്നിജ്വാലകൾ പകർന്ന ഏറ്റവും വലിയ സമരം 1906. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒട്ടനവധി ചരിത്രധാരകൾ അങ്ങനെ കടന്നുപോയി. ഭീകരവാദികളുണ്ടായി, തീവ്രവാദികളുണ്ടായി, മരണങ്ങളുണ്ടായി, അതുപോലെ തന്നെ രക്തസാക്ഷികളുണ്ടായി. 10,000-ങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചു. എങ്കിൽ പോലും തീവ്രവാദികളും അതുപോലെ തന്നെ മിതവാദികളുമായി ദേശീയ പ്രസ്ഥാനത്തിലെ 2 ചേരികൾ രൂപപ്പെട്ടു. 1906 രണ്ടുപേരും തമ്മിൽ, 2 ഗ്രൂപ്പുകളും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അതിശക്തമായ പിടിവലികളുണ്ടായി. പക്ഷേ അവരെ മുഴുവൻ ഒരുമിപ്പിക്കാൻ, തീവ്രവാദികളെയും മിതവാദികളെയും ഒരുമിപ്പിക്കാൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമുജ്വലമായ പാതയിലൂടെ ഉജ്ജ്വലമായ പോരാട്ടത്തിലേക്ക് ഇന്ത്യൻ ജനതയെ നയിക്കാൻ മഹാത്മാഗാന്ധിയുടെ 1915 വരവ് സാക്ഷ്യം വഹിച്ചു. 1915 മുതലുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം
ഗാന്ധിജിയുടെ ജീവചരിത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും അഹിംസയിൽ നിന്ന് വിട്ടുനിൽക്കാതെ, അക്രമത്തിലേക്ക് വഴിമാറാതെ, അക്രമരാഹിത്യത്തിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കണം എന്നതിന്റെ ഗാന്ധിയുടെ ആഹ്വാനം ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന് ഔപചാരികമായി വിട്ടിട്ടും അദ്ദേഹത്തിന് നേതൃത്വം അംഗീകരിച്ച ദേശീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. 1919 റൗലറ്റ് ആക്ട്, ബ്രിട്ടീഷുകാർ അന്ന് കൊണ്ടുവന്ന റൗലറ്റ് ആക്ട് ഇന്നും ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. വിചാരണ കൂടാതെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട ഒരാളെ എന്നേക്കുമായി ജയിലിലടക്കാം എന്ന നിയമം കൊണ്ടുവന്നതും നടപ്പാക്കുന്നതും നരേന്ദ്രമോദിയാണ് എന്ന് വർത്തമാനകാല രാഷ്ട്രീയം 1919 റൗലറ്റ് ആക്ടുമായി നാം തട്ടിച്ചു നോക്കേണ്ടതാണ്. 1919 റൗലറ്റ് ആക്ട്, ആ ആക്ടിന് അങ്ങനെ പേര് വരാൻ കാരണം റൗലറ്റ് സാഹിബാണ് ഒരു ജഡ്ജി. ആ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഈ പുതിയ നിയമം കൊണ്ടുവരുന്നത്. എന്താണ് ആ നിയമം? വിചാരണ കൂടാതെ ആരെയും തടവിലാക്കാം, എത്ര കാലത്തേക്ക് വേണമെങ്കിൽ തടവിലാക്കാം. ഇതാണ് റൗലറ്റ് ആക്ട്. ആ റൗലറ്റ് ആക്ടിനെതിരെയുള്ള അതിശക്തമായ സമര പരമ്പരകൾ ആരംഭിച്ചു. 1914 ആരംഭിച്ച, നേരത്തെ പറഞ്ഞ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് അവരെ സഹായിക്കണം എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്യുകയുണ്ടായി. ആ സമരത്തിന് ശേഷം, ആ ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ അവകാശങ്ങൾ നേടിത്തരും, കിട്ടും, ലഭിക്കും, തരും എന്ന വിശ്വാസമായിരുന്നു ഗാന്ധിജിക്ക്. പക്ഷേ 1919 യുദ്ധം അവസാനിച്ചപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ 2 അക്ഷരം പോലും നൽകാതെ ഇന്ത്യക്ക് സമ്മാനിച്ചത് റൗലറ്റ് ആക്ട് ആണ്. ഗാന്ധിജി ക്ഷുഭിതനായി. സമര പരമ്പരകൾ ഒരുപാടുണ്ടായി. ആ സമര പരമ്പരകളിൽ ഒന്നിന്റെ അവസാനത്തിലാണ് നാം ജാലിയൻ വാലാബാഗിലേക്ക് എത്തുന്നത്. പ്രതിഷേധിക്കാൻ വേണ്ടി കൂടിയ ആ ജാലിയൻ വാലാബാഗ്, ചുറ്റും മതിൽക്കെട്ടുള്ള ഒരൊറ്റ കവാടം മാത്രമുള്ള, പ്രവേശന കവാടം മാത്രമുള്ള ആ മതിൽക്കെട്ടിനകത്ത് 10,000 തടിച്ചു കൂടിയ സ്ഥലം. അവിടെയാണ് കശാപ്പുകാരനായ ജനറൽ ഡയർ, ക്രൂരനായ ജനറൽ ഡയർ സാധാരണ ജനങ്ങൾക്കെതിരെ നിരപരാധികളായ, നിരാലംബരായ, നിരായുധരായ 10,000 പ്രതിഷേധിക്കാനെത്തിയ സ്വാതന്ത്ര്യ സമര ഭടന്മാർക്കെതിരെ നിറതോക്കൊഴിച്ചത്. വെടിയുണ്ടയേറ്റും വെടിയുണ്ട ഏൽക്കാതെയും ഓടിയും വീണും ചതഞ്ഞും കാൽച്ചുവട്ടിൽപ്പെട്ടും 1000 ആളുകൾ കൊല്ലപ്പെട്ട ജാലിയൻ വാലാബാഗ്. അങ്ങനെ എത്ര വീരസ്മൃതികൾ ഉയർത്തുന്ന അധ്യായങ്ങളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായത് എന്ന് നാം ഓർക്കണം. സൈമൺ കമ്മീഷൻ, ഗോ ബാക്ക് എന്ന സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കുന്ന പരിപാടിയും അതോടൊപ്പം തന്നെ പിന്നീട് വന്ന ഒരുപാട് സമരമുറകൾ. ഏറ്റവും അവസാനം 1929 ലാഹോറിൽ ചേർന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം പ്രഖ്യാപിച്ചു, പൂർണ്ണ സ്വരാജ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ജനുവരി 1930 ജനുവരി 26 ഇന്ത്യയൊട്ടുക്ക് സ്വാതന്ത്ര്യ ദിനം ആചരിക്കാൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കേണ്ട ദേശീയ പ്രസ്താവന പ്രഖ്യാപിക്കുകയുണ്ടായി. 1930 ജനുവരി 26 ഇന്ത്യയുടെ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമാന്തരങ്ങളിൽ കോടിക്കണക്കിന് വരുന്ന ആളുകൾ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യ ദിനം ആചരിച്ചു. ആ മാസ്മരിക സ്മരണ നിലനിർത്തുന്നതിനാണ് ഇന്ത്യൻ ഭരണഘടന 1949 നവംബറിൽ പരിപൂർണമായി ഒപ്പുവെച്ചെങ്കിലും 1950 ജനുവരി 26 പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. ആ സ്മരണ, ആ വീരസ്മരണ പുതുക്കുന്നതിന് വേണ്ടി. അങ്ങനെ 1930 പൂർണ്ണ സ്വരാജ്യം പ്രഖ്യാപിച്ചിട്ടും ഒന്നും തരാൻ ബ്രിട്ടീഷുകാർ തയ്യാറല്ലാതിരുന്നപ്പോൾ, വട്ടമേശ സമ്മേളനങ്ങളുടെ പരിഹാസ്യമാക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായപ്പോഴാണ് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം പ്രഖ്യാപിച്ചത്. ഐതിഹാസികമായ ഉപ്പു സത്യാഗ്രഹം. ഇന്ത്യയുടെ കടലിൽ നിന്ന് ആ കൈകളിൽ, ആ കൃഷഗാത്രന്റെ കൈകളിൽ ഒരു പിടി വെള്ളം എടുത്തുകൊണ്ട് കുറുക്കി ഉപ്പാക്കിയപ്പോൾ സൂര്യൻ സ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഒരു വലിയ നിയമത്തെ ധിക്കരിക്കുകയായിരുന്നു ചെയ്തത്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം, ഉപ്പുണ്ടാക്കാൻ ലൈസൻസ് വേണമെന്ന നിയമം, ആ നിയമത്തെ ധിക്കരിക്കുന്ന, നിഷേധിക്കുന്ന ഉപ്പു സത്യാഗ്രഹം. ഒരു രാത്രിയിൽ പാതിരക്ക് ഗാന്ധിജിയെ ഒരു കൊടും ക്രൂരനെ പോലെ, ഒരു കൊള്ളക്കാരനെ പോലെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ഇന്ത്യ എമ്പാടും ആ സമര പരമ്പകൾ പറഞ്ഞു. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ഞാൻ പ്രത്യേകിച്ചതിന്റെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന അന്തിമ സമരം നാം പ്രഖ്യാപിക്കുന്നു. 48 ജനുവരി 8 ബോംബെയിലെ മലബാർ ഹില്ലിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം, ആ സമ്മേളനമാണ് പ്രഖ്യാപിച്ചത് ക്വിറ്റ് ഇന്ത്യ. ഗാന്ധിജിയാണ് ആ പ്രമേയം വിശദീകരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ശക്തിമന്ത്രം കൂടെ നൽകാം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരണം വരിക്കുക എന്ന ആഹ്വാനമായി
ആഗസ്റ്റ് 8-ാം തീയതി പ്രമേയം പാസാക്കിയ പാതിരാവിന് ഏറ്റവും മുമ്പ് പാതിരയായപ്പോഴേക്കും ആ സമ്മേളന പന്തൽ മുഴുവൻ ബ്രിട്ടീഷ് സേനയും ബ്രിട്ടീഷ് പോലീസും വളഞ്ഞു. ഗാന്ധിയടക്കമുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അടച്ചു. ഇന്ത്യയിലെമ്പാടുമുള്ള അറിയപ്പെടുന്ന മുഴുവൻ കോൺഗ്രസുകാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. സമരത്തിന് നേതൃത്വം നൽകാൻ ആളില്ലാതെ വന്നാൽ സമരം കെട്ടടങ്ങും എന്നാണ് ബ്രിട്ടീഷുകാർ വിചാരിച്ചത്. പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരം ആളിപ്പടർന്നു. ജനങ്ങൾ ആദ്യമൊട്ട് അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ചലിച്ചു. ജാഥ നടത്തി, മൗനജാഥ നടത്തി, മുദ്രാവാക്യം വിളിച്ചു. 14 വയസ്സായ 16 കുട്ടികൾ ഒരു ജാഥ നയിക്കുകയായിരുന്നു മിഡ്നാപ്പൂരിൽ, ബംഗാളിന്റെ പ്രശസ്തമായ മിഡ്നാപ്പൂരിൽ. ആ 14-കാരനാണ് ജാഥ നയിക്കുന്നത്. അവന്റെ നേർക്ക് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ അലറി വിളിച്ചു, തിരിഞ്ഞുപോയില്ലെങ്കിൽ, തിരിച്ചു പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വെടിയുണ്ടയതിക്കും. ആ കുട്ടി വിളിച്ചു പറഞ്ഞു, അങ്ങക്ക് ധൈര്യമുണ്ടെങ്കിൽ വെടിവെക്കാം, ഞങ്ങൾ പിന്തിരിഞ്ഞോടുന്ന പ്രശ്നമില്ല. കാശ്മലനായ ക്രൂരനായ ആ ബ്രിട്ടീഷ് സേനാ നായകൻ ആ കുട്ടിക്ക് നേരെ വെടിയുന്നു. വെടിവെച്ച് കേട്ടപ്പോൾ സ്വാഭാവികമായും വെടി ഉന്നം തെറ്റിയതാകാം, മനഃപൂർവ്വമാകാം, എന്തായാലും കുട്ടികളുടെ മേല് കൊണ്ടില്ല. അവർ പലരും ചിതറിയോടാൻ ആരംഭിച്ചു. ആ ക്രൂരനായ പോലീസുകാരൻ തൻ്റെ സഹപ്രവർത്തകരോട്, പോലീസുകാരോട് അവരെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. പോലീസുകാർക്ക് എന്നും അതാണ് സ്ഥിതി. മഴ പോലെയാണ് പോലീസ്. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അതിക്രമം ചെയ്താലും ക്രമം ചെയ്താലും ഒക്കെ അവർക്ക് പണി കേൾക്കേണ്ടി വരും. നേരാണ്, അവരുടെ ജോലിയുടെ ഭാഗമാണത്. അതുകൊണ്ട് ആ പോലീസുകാർക്ക് അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അവർ ആ കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്നു. നേരത്തെ പറഞ്ഞ കുട്ടിയടക്കമുള്ള 6 കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്നു. അവരെ ക്രൂരമായി അവരെ പിടിച്ചു നിർത്തി വെടിവെച്ച് 6 പേരെയും കൊന്നു. മിഡ്നാപ്പൂരിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ബലിയാടാണ്. 73 വയസ്സ് മാതങ്കി വലതു കൈകൾ ത്രിവർണ്ണ പതാക എത്തിപ്പിടിച്ചുകൊണ്ട് സ്ത്രീകളുടെ ജാഥ നയിക്കുകയായിരുന്നു. അവരുടെ വലതു കൈയിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു ബ്രിട്ടീഷ് സേനയിൽ നിന്ന്, ബ്രിട്ടീഷ് പോലീസിൽ നിന്ന്. അവർ വിചാരിച്ചത്, ആവേശഭരിതയായ വൃദ്ധയായ മാതങ്കി വിചാരിച്ചത് തൻ്റെ കൈകൾ തളരുകയാണ്, കുറേ നേരമായി കൊടി പിടിച്ചതുകൊണ്ടാകാം എന്ന് കരുതി വലതു കൈയിലെ കൊടി ഇടതു കൈയിലേക്ക് അവർ മാറ്റിപ്പിടിച്ചു. വലതു കൈ തകരുകയായിരുന്നു, ആ തളരുകയല്ല, ചിതറുകയായിരുന്നു വെടിയുൻ്റെ ഇട്ട്. പക്ഷേ അടുത്ത നിമിഷം മറ്റൊരു വെടിയുണ്ട അവരുടെ നെറ്റിത്തടം തുളച്ചുകൊണ്ട് പിന്നിലേക്ക് പാഞ്ഞുപോയി. അവർ അവിടെ മരിച്ചു വീഴുന്നുണ്ടായി. മറ്റൊരിടത്ത് പാറ്റ്നയിൽ ഒരു ബ്രിട്ടീഷ് ഓഫീസിന്റെ മുന്നിൽ മട്ടുപ്പാവിൽ കയറി നിന്നുകൊണ്ട് 5-6 ബാലകന്മാർ വരി വരിയായി നിൽക്കുകയാണ്. ആദ്യത്തെ കുട്ടി ആ മട്ടുപ്പാവിൽ പാറിപ്പറക്കുന്ന ബ്രിട്ടീഷ് പതാക ചരട് വലിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്നു. ഉടനെ ഒരു വെടിയുണ്ട ചീറിപ്പഞ്ഞു. ആ കുട്ടി താഴെ വീണു, മരണമടഞ്ഞു. പക്ഷേ ബാക്കിയുള്ള 5 പേരും പിന്മാറിയില്ല. ഓരോരുത്തരായ ആ കൊടി താഴേക്ക് വലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർ 6 പേരും മരണമടഞ്ഞു. ഇങ്ങനെ ആയിരക്കണക്കിന് നടുങ്ങുന്ന കഥകളുടെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയും ആവേശം കൊണ്ട് ഒരു തുള്ളി ചോര പോലും ചിന്താതെ അക്രമരഹിതമായ മാർഗത്തിലൂടെ നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ അലങ്കാരികമായി നമുക്ക് പറയാം. പക്ഷെ ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ മാത്രം ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ട ഏറ്റു മരിച്ചത് 15,000 വരുന്ന ആളുകളാണ്. 15,000 ആളുകളാണ് അന്ന് മരിച്ചു വീണത്. 10,000-കണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റുകയുണ്ടായി. ഒരുപാട് പേർക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ ത്യാഗത്തിന്റെ, രക്തത്തിന്റെ, വിയർപ്പിന്റെ, അവരുടെ ജീവന്റെയും ജീവനോപാധികളുടെയും നഷ്ടത്തിന്റെ ആ ബലിപീഠത്തിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വാർന്നു വീണത് എന്ന് നാം മറന്നു പോകരുത്. പക്ഷേ കോടാനുകോടി വരുന്ന ഇന്ത്യൻ ജനതയെ അക്രമരഹിതമായ മാർഗത്തിലൂടെ നടത്താൻ പഠിപ്പിച്ചതുകൊണ്ട്, പരിശീലിപ്പിച്ചതുകൊണ്ട് കൂടുതൽ മരണങ്ങൾ ഉണ്ടായില്ല, കൂടുതൽ ക്രൂരമായ നടപടികൾ ഉണ്ടായില്ല. പക്ഷേ ബ്രിട്ടീഷുകാരന്റെ ക്രൂരത അങ്ങേയറ്റം ബീഭത്സമായിരുന്നു. അതിലെ കഥകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. എപ്പോഴെങ്കിലും സൗകര്യം പോലെ നിങ്ങൾ വായിച്ചതായിരിക്കാം. ഇല്ലെങ്കിലും ഒരിക്കൽ കൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പലരും എഴുതിയിട്ടുണ്ട്, അത് വായിക്കേണ്ടതാണ്. രോമാഞ്ചജനകമായ, ഹർഷോന്മാദമായ, നമ്മുടെ സിരകളിൽ പുതിയ പുതിയ ആശയങ്ങളും സിരകളിൽ പുതിയ രക്തവും പ്രവഹിപ്പിക്കാൻ കാര്യമായ ആ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മെ കൂടുതൽ കൂടുതൽ ഓർമ്മകളിലേക്ക് എത്തിക്കണം. 47 ആഗസ്റ്റ് 14 അർദ്ധരാത്രി, ഇന്നേ ദിവസം 79 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേ ദിവസം അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ മടങ്ങും. അവർ പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്തു, ഇന്ത്യയെ വിഭജിച്ചു. അവർ ബംഗാളിൽ നിന്ന് ആരംഭിച്ച വിഭജന തന്ത്രം, ഒരുപാട് കാലം ഇന്ത്യയിൽ പയറ്റി നോക്കിയ വിഭജന തന്ത്രം അവർ അഭംഗുരമായി നടപ്പിലാക്കി. ജിന്നയെ മുൻനിർത്തിക്കൊണ്ട് 1946 ആഗസ്റ്റ് 15 മുഹമ്മദ് അലി ജിന്ന നിരാഷ്ട്രവാദം തന്നില്ലെങ്കിൽ, ഞങ്ങൾക്ക് പാകിസ്ഥാൻ അനുവദിക്കുന്നില്ലെങ്കിൽ
ഞങ്ങൾ ഡയറക്റ്റ് ആക്ഷനിലേക്ക് കടക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബംഗാളിന്റെ മണ്ണിൽ കൽക്കത്തയിൽ 5000-ലധികം ആളുകളെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ പകലിലൂടെ കൊന്നൊടുക്കിയത് ഹിന്ദു സഹോദരന്മാരെ, മുസ്ലിം സഹോദരന്മാർ. മറ്റിടത്ത് മുസ്ലിം സഹോദരന്മാരെ ഹിന്ദുക്കളും ആക്രമിക്കാൻ തുടങ്ങി. മതകലഹങ്ങൾക്ക് വേരുകൂട്ടാൻ ശ്രമിക്കുന്ന ഹിന്ദു മഹാസഭ, സവർക്കറുടെ നേതൃത്വത്തിലുള്ള ഹിന്ദു മഹാസഭ, ലാലാ ലജപത് അടക്കമുള്ള ആളുകൾ സ്ഥാപിച്ചതാണ് ഹിന്ദു മഹാസഭ. ഇന്ത്യയുടെ ചരിത്രത്തെയും ഇന്ത്യയുടെ ഹിന്ദു പുരാണങ്ങളെയും അപഹസിച്ചിരുന്ന ബ്രിട്ടന് മറുപടിയായി ഹിന്ദുക്കളുടെ ഐക്യവും ഹിന്ദുക്കളുടെ പരിഷ്കാരവും ശ്രമിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഹിന്ദു മഹാസഭ, ആര്യ സമാജവും അതുപോലെ തന്നെ ബ്രഹ്മസമാജവും പ്രാർത്ഥനാ സമാജവും ഒക്കെ ഹിന്ദുമതത്തെ പരിഷ്കരിക്കാൻ ഉണ്ടാക്കിയ സമാജങ്ങൾ. ആര്യ സരസ്വതി ആയാലും ശരി, ആചാര്യ സരസ്വതി ആയാലും ശരി, രാജാറാം മോഹൻ റോയ് ആയാലും ശരി, അങ്ങനെയുള്ള ആളുകൾ, ലാലാ ലജപത് റായ് അടക്കമുള്ള ആളുകൾ ഹിന്ദുക്കളെ ഏകീകരിക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാർക്ക് മറുപടി പറയാൻ വേണ്ടിയാണ്. ഇന്ത്യക്ക് മഹിതമായൊരു സംസ്കാരമുണ്ട്, പാരമ്പര്യമുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ സവർക്കർ 7 കൊല്ലം ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തോടുകൂടി അത് അങ്ങേയറ്റത്തെ വർഗീയ വിഷം വമിക്കുന്ന സംഘടനയായി മാറി. രാഷ്ട്രം അത് ഹിന്ദുക്കളുടേതാണ് എന്ന രീതിയിൽ അദ്ദേഹം വ്യാപിപ്പിക്കാൻ തുടങ്ങി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഹിന്ദുക്കളാണ് ഭരിക്കുക എന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങി. 1925 സ്ഥാപിക്കപ്പെട്ട RSS, ഗോൾവാർക്കറുടെ RSSും ഇതേ രീതിയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വർഗീയത ആളിക്കത്തുന്ന ഒരു അന്തരീക്ഷം ഇന്ത്യയിലുണ്ടായി. 46-ൽ രാഷ്ട്രവാദത്തിന്റെ അങ്ങേയറ്റത്തെ നടപടി എന്നതിലേക്ക് ഡയറക്റ്റ് ആക്ഷൻ ബംഗാളിൽ. ആ 46-ലെ ഡയറക്റ്റ് ആക്ഷൻ അന്ന് ഭരണഘടനാ നിർമ്മാണ സഭ ആരംഭിച്ചിരിക്കുന്നു. ആ സഭ തന്നിൽ ഉണ്ടായ സ്ഥിതിവിശേഷം മുസ്ലിം ലീഗ് ബഹിഷ്കരിക്കുന്നു, ജനയുടെ മുസ്ലിം ലീഗ് ബഹിഷ്കരിക്കുന്നു. അങ്ങനെ നീണ്ടുപോകുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അവസാനത്തിലെ വിഭജനം. ആ വിഭജനം നടന്ന് ആ വിഭജനത്തെ എതിർത്തത്, പുറത്തുനിന്ന് ശക്തമായി എതിർത്തത് മഹാത്മജി മാത്രമായിരുന്നു. ബ്രിട്ടീഷുകാരും ഇന്ത്യൻ നേതാക്കന്മാരും വിചാരിച്ചത് ഏതാണ്ട് 1000 അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്യേണ്ടി വരും, കുറെ ആളുകൾക്ക് എന്തെങ്കിലും അക്രമങ്ങൾ ഉണ്ടായേക്കാം, അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല എന്നാണ് ഇവർ കരുതുന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്തത്. ലോകം കണ്ട ഏറ്റവും വലിയ മഹാപലായനം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക്, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന പുഴകളെ പോലെ ഒഴുകുകയായിരുന്നു. പരസ്പരം കണ്ടുമുട്ടിപ്പോൾ തങ്ങളാണ് ഇവരെ നശിപ്പിച്ചത് എന്ന മട്ടിൽ പരസ്പരം കീറിമുറിക്കുന്ന സ്ഥിതിവിശേഷം. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന തീവണ്ടികൾ നിറയെ മനുഷ്യരായിരുന്നില്ല, മനുഷ്യ ജഡങ്ങളായിരുന്നു, തലയറ്റ കബന്ധങ്ങളായിരുന്നു മുഴുവൻ. ആക്രമം അഴിഞ്ഞാടുന്നൊരു സ്ഥിതിവിശേഷം. ആ സ്ഥിതിവിശേഷത്തിലാണ് ബംഗാളിൽ കൽക്കത്തയിൽ സ്വാതന്ത്ര്യത്തിന്റെ ദിനരാത്രങ്ങളിൽ ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ ബ്രിട്ടീഷ് ചാക്ക് താഴ്ത്തിക്കൊണ്ട് പാതിരക്ക് ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ഇതാ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് കിടക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോൾ ഗാന്ധിജി പക്ഷേ കൽക്കത്തയിലെ ഹൈദരി മെൽസിൽ എന്ന് പറയുന്ന ഇടിഞ്ഞുപൊളിഞ്ഞൊരു കെട്ടിടത്തിൽ നിരാഹാരത്തിന് ശ്രമം ആരംഭിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ബംഗാൾ ശാന്തമായി. 31-ാം തീയതി വരെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. പക്ഷേ 31-ാം തീയതി നേരം അർദ്ധരാത്രിയോടെ എടുക്കുമ്പോഴേക്കും അവിടെ കലാപം ഒഴിച്ചുവിടാൻ ആരംഭിച്ചിരിക്കുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഭയങ്കരമായ വർഗീയ ലഹള. ഗാന്ധിജിയുടെ അവസാനത്തെ സമരത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആദ്യത്തെ നിരാഹാര സമരം, ഏതാണ്ട് 3 ദിവസം നീണ്ടുനിന്ന അതിബൃഹത്തായ നിരാഹാര സമരം. ആ നിരാഹാര സമരത്തിന് അവസാനമാകുമ്പോഴേക്കും തമ്മിൽ തല്ലിയിരുന്ന, തമ്മിൽ കൊന്നിരുന്ന, കൊലവിളിച്ചിരുന്ന ഹിന്ദുക്കളും മുസൽമാന്മാരും ഒറ്റക്കെട്ടായി ഗാന്ധിയുടെ അടുത്തെത്തി. ഞങ്ങൾ സമരം നിർത്തുന്നു, ഞങ്ങൾ അക്രമം നിർത്തുന്നു, ഞങ്ങൾ ശാന്തിയുടെ മാർഗത്തിൽ കഴിഞ്ഞ കാലങ്ങളെപ്പോലെ ഏകോദര സഹോദരങ്ങളാകുന്നു എന്ന പ്രതിജ്ഞയെടുത്തു. അത്ഭുതകരമായ സ്ഥിതിവിശേഷം, ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്ന് രാജാജി വിശേഷിപ്പിച്ചു. ഗാന്ധി നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിലും ഈ നിരാഹാര സമരത്തെ പോലെ ഇത്ര അത്ഭുതം കൂടിയൊരു സമരം ഉണ്ടായിട്ടില്ല എന്ന് ലോകമാധ്യമങ്ങൾ മുഴുവൻ വിളിച്ചറിയിച്ചു. ലോകത്തിൽ ബ്രിട്ടന്റെ ഏറ്റവും വലിയൊരു പത്രാധിപൻ, ആ പത്രാധിപർ എല്ലാ കാലത്തും ഗാന്ധിജിയുടെ എതിരാളിയായിരുന്നു. ഗാന്ധി ഇങ്ങനെ നിരാഹാര സമരം നടത്തിക്കൊണ്ട് ആളുകളെ സമ്മർദ്ദത്തിലാക്കുന്നത് ശരിയല്ല, അത് ശരിയായ രീതിയല്ല. സംവാദത്തിലൂടെ, ചർച്ചകളിലൂടെ, സമരങ്ങളിലൂടെ അങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് വാദിച്ച മനുഷ്യൻ. പക്ഷേ ഈ സമരത്തിന്റെ വിജയം കണ്ടപ്പോൾ ആ പത്രാധിപർ പേന താഴെ വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇതിനെ അംഗീകരിക്കുന്നു. ഗാന്ധിയുടെ ധാർമ്മിക ശക്തിക്ക് മുന്നിൽ ഒരു രാജ്യത്തിന്റെ വർഗീയ ലഹളയെ അടിച്ചമർത്താൻ കഴിഞ്ഞ അത്ഭുതം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ ഗാന്ധിയെ അംഗീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ ധർമ്മമാർഗത്തിലേക്ക് വന്നു. ഗാന്ധി സെപ്റ്റംബർ 9-ാം തീയതി കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലെത്തി. ഡൽഹി മരിക്കുന്ന നഗരമായി മാറിയിരിക്കുന്നു.
പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കൾ അവർ അഭയം തേടാൻ വേണ്ടി ഇന്ത്യയിലെ ഡൽഹിയിൽ പതിറ്റാണ്ടുകളായി ആയിരത്താണ്ടുകളായി താമസിച്ചിരുന്ന മുസ്ലിം സഹോദരന്മാരെ ആട്ടിയോടിക്കുന്നു. അവരുടെ പള്ളികൾ കയ്യേറുന്നു, അവരെ മുഴുവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അവരുടെ സ്വത്തുവകകൾ പിടിച്ചെടുക്കുന്നു. ആദിഗംഭീരമായ 140 ദിവസത്തോളം ഗാന്ധി എല്ലാ സ്ഥലത്തും സന്ദർശിച്ചു. തൻ്റെ ഭംഗി കോളനിയിലേക്ക് കയറാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്. അവിടെ മുഴുവൻ അഭയാർത്ഥികളുടെ ക്യാമ്പുകളായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ അവസാന കാലഘട്ടത്തിൽ ബിർള മന്ദിരത്തിൽ താമസിക്കേണ്ടി വന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുകയല്ല. അവിടെ ജനുവരി 12-ാം തീയതി അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ മരണം വരെ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. സ്വതന്ത്ര ഭാരതത്തിലെ അവസാനത്തെ നിരാഹാരം. ആ നിരാഹാര സമരം 4 ദിവസം നീണ്ടു നിന്നു. തമ്മിൽ തല്ലാനും കൊല്ലാനും ശ്രമിച്ചിരുന്ന ആളുകൾ മുഴുവൻ ആളുകളും അവിടെ കൂടിയിരുന്നു. അവരോടൊക്കെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേൽ അടക്കമുള്ള ആളുകൾ സംസാരിച്ചു. അവർ പാകിസ്ഥാന് കൊടുക്കേണ്ട, നിർബന്ധമായും കൊടുക്കേണ്ടിയിരുന്ന, ബില്ലനുസരിച്ച് കൊടുക്കേണ്ടിയിരുന്ന 55 കോടി രൂപ കൊടുക്കാമെന്ന് സമ്മതിച്ചു. അതുകൊണ്ടായില്ല. ഇന്ത്യയിൽ തമ്മിൽ തല്ലുന്ന മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളും ഒരേപോലെയാകണം. അവർ മുസ്ലിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തതൊക്കെ തിരിച്ചു കൊടുക്കണം ഗാന്ധി ആവശ്യപ്പെട്ടു. ആ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചു. 4 ദിവസത്തെ ആ നിരാഹാര സമരം നീണ്ടു നിന്നപ്പോൾ ഗാന്ധിജി അവിടെ നമ്മുടെ കൊട്ടാരത്തിൻ്റെ ബിർള മന്ദിരത്തിൻ്റെ ഉൽമൈതാനിയിൽ നിരാഹാരം ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സ്വന്തം ഓഫീസുകളിലും സ്വന്തം വീടുകളിലും 10,000-കണക്കിന് ആളുകൾ നിരാഹാരം അനുഷ്ഠിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അത്ഭുതകരമായ നിരാഹാരത്തിൻ്റെ അവസാനത്തിൽ ഇന്ത്യയുടെ ഡൽഹിയിലെ വർഗീയ ലഹള ശമിപ്പിക്കാനും ഗാന്ധിജിക്ക് സാധിച്ചു. പക്ഷേ നീണ്ടു നിന്നില്ല. 48 ജനുവരി 30-ന് ആ ക്രൂരന്മാർ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. അതിനു പറ്റിയൊരു അന്തരീക്ഷം സവർക്കറും RSS നേതാക്കന്മാരും ഒരുക്കി. RSS കൊന്നു എന്ന് പറയുന്നില്ല, പക്ഷേ അതിനാവശ്യമായ അന്തരീക്ഷം ഒരുക്കിയത് അവരാണ്. ഗൂഢാലോചന കേസിൽ തെളിവുകൾ വേണ്ടത്രയില്ലെന്ന് പറഞ്ഞ് സവർക്കർ രക്ഷപ്പെട്ടെങ്കിലും ഗോഡ്സെ തൂക്കിലേറ്റപ്പെടുകയെന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഗോഡ്സെ പറഞ്ഞത്, എനിക്ക് ഗാന്ധിജിയോടൊരു വൈരാഗ്യവുമില്ല, പക്ഷേ ക്ഷാത്രവീര്യത്തിന്റെ അത്ഭുത തേജസ്സായിരുന്ന ഹിന്ദു വംശത്തെ അതിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് അവരുടെ ക്ഷാത്രവീര്യം തകർത്ത് അവർക്ക് സത്യവും അഹിംസയും പറഞ്ഞുകൊടുത്ത് അവരെ സമാധാനകാംക്ഷികളാക്കി മാറ്റിയ ഈ ഗാന്ധി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗാന്ധിജിയെ കൊന്നു എന്നാണ് പറഞ്ഞത്. RSSകാരന് നിഷേധിക്കാൻ കഴിയുമോ? അദ്ദേഹം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞതല്ലേ, സത്യവാങ്മൂലത്തിൽ പറഞ്ഞല്ലേ, മൊഴിയിൽ പറഞ്ഞ വലിയ പ്രസ്താവനയല്ലേ. ആ പ്രസ്താവന എഴുതി കൊടുത്തത് ആളാരാണെന്ന് എന്ന് ആ കാലത്തെ എല്ലാ ചരിത്രകാരന്മാർക്കും അറിയാം. പോകട്ടെ, ആ രംഗം അവിടെ അവസാനിക്കുകയാണ്. ടാഗോറിനോട് ചോദിച്ചു, ടാഗോറിന്റെ വിശുദ്ധമായ ഒരു കവിതയുടെ ആശയം എങ്ങനെയാണ്? നമ്മളെ ഇനി ആരാണ് നയിക്കുക? ഇന്ത്യ രാജ്യത്തെ ഇനി ആര് നയിക്കും? കവിതയിൽ മറുപടി പറയുന്നു. കിഴക്ക് നിന്ന് വന്ന ഒരു വൃദ്ധൻ പറഞ്ഞു, നാം നേരത്തെ കൊന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ നമ്മളെ നയിക്കും. അതാണ് ശരി. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾ ഇന്ത്യയെ വർഗീയതയുടെ വിഷമിപ്പിക്കാതെ, വർഗീയ ശക്തികളുടെ പത്തി ഉയരാതെ ഇന്ത്യയിൽ കാത്തുരക്ഷിച്ചത് ഗാന്ധിജിയുടെ മരണമായിരുന്നു. ജീവൻ കൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ട് മാത്രമല്ല, മരണം കൊണ്ടും ഈ രാജ്യത്തെ രക്ഷിച്ച മഹാത്മജി. ആ മഹാത്മജിയുടെ പദാരവിന്ദങ്ങളാണ്, അദ്ദേഹത്തിന്റെ ചരിത്രമാണ്, അദ്ദേഹത്തിന് ഐതിഹാസികമായ വീരചരമമാണ്, വീരമൃത്യുവാണ്. ആ കൊലപാതകമാണ് ഇന്ത്യയെ രക്ഷിച്ചത്. പക്ഷേ അതിനെ മുഴുവൻ മറക്കാൻ, അതിനെ മുഴുവൻ തിരസ്കരിക്കാൻ ഈ രാജ്യത്തെ പഠിപ്പിച്ചുകൊണ്ട്, ഗാന്ധിജിയെയും നെഹ്റുജിയെയും തമസ്കരിച്ചുകൊണ്ട്, വികൃതമാക്കിക്കൊണ്ട്, ഗാന്ധിജി ആത്മഹത്യ ചെയ്തതാണ് എന്ന ചോദ്യക്കടലാസുകൾ എഴുതിക്കൊണ്ട്, ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട്, ഗാന്ധിയെയും നെഹ്റുജിയെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ഗാന്ധിയൻ ആശയങ്ങൾ ഇന്ത്യൻ ജനങ്ങളിൽ നിന്ന് വിസ്മരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇന്ത്യയിൽ വർഗീയത കൊടികുത്തിവാടാൻ ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ 13 വർഷമായി ഒളിഞ്ഞും തെളിഞ്ഞും ഭരണ നടപടികളിലൂടെ, നിയമ നടപടികളിലൂടെ ഇന്ത്യൻ പാർലമെന്റിനെ, ഇന്ത്യൻ ജനാധിപത്യത്തെ, ഇന്ത്യൻ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യയെ വർഗീയ രാഷ്ട്രമായി, ഹിന്ദുത്വ രാഷ്ട്രമായി മതപ്പതിപ്പിക്കാൻ ശ്രമിക്കുന്ന BJPക്കെതിരെ, അതിശക്തമായ ഹിന്ദു പരിവാര സംഘടനകൾക്കെതിരെ അതിശക്തമായ 2ാം സ്വാതന്ത്ര്യ സമരത്തിന് സമരമായിരിക്കുന്നു, സജ്ജമായിരിക്കുന്നു. ഇന്ത്യയിലെ യുവാക്കൾ, ഇന്ത്യയിലെ കർഷകർ, ഇന്ത്യയിലെ കർഷക തൊഴിലാളികൾ ലിംഗവർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമ്മേളിച്ചത് പുതിയ ആരംഭത്തിന്റെ
പരിസ്ഥിതി നാന്ദിയാണ് എന്ന് നാം മനസ്സിലാക്കണം. അവർ ഒരാവശ്യം ഉന്നയിച്ചു, ആ ആവശ്യം നേടിയെടുക്കുകയും ചെയ്തു. അതോടെ അവസാനിക്കുന്നതല്ല. ആ യുവത്വ വീര്യം, ആ യുവത്വം നൽകിയ സന്ദേശം, ആ സന്ദേശം ഇന്ത്യയിലെ എമ്പാടും ജനങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു. ആരുടെ നേതൃത്വത്തിൽ എന്നുള്ളതല്ല പ്രശ്നം. ഇന്ത്യയെ രക്ഷിക്കാൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ത്യാഗധനന്മാരായ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ, ആ സ്വാതന്ത്ര്യത്തിന്റെ അമൃതമായ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ എല്ലായ്പ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾ ഉണ്ടാകും എന്ന വിശ്വാസം പൂർത്തിയാക്കാനും പൂരിപ്പിക്കാനും വേണ്ടിയാണ്, പുനർസമർപ്പണം ചെയ്യാൻ വേണ്ടിയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് സെക്യുലർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഈ സത്യാഗ്രഹം നടത്തിയിട്ടുള്ളത്. അവരെ അഭിനന്ദിച്ചുകൊണ്ട്, സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട്, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സന്നദ്ധഭടന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൽ അണിയണിയായി ചേരാൻ മുഴുവൻ ആളുകളോടും നെഞ്ചിൽ തട്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ജയ് ഹിന്ദ്.